ഇന്ന് എല്ലായിടത്തും പറഞ്ഞു കേൾക്കുന്നതും നമ്മളിൽ പലരും കടന്നു പോകുന്നതുമായ ഒരവസ്ഥയാണ് ഡിപ്രഷൻ. ഏറെക്കാലം നീണ്ടു നിൽക്കുന്ന, ഉന്മേഷവും സന്തോഷവുമില്ലാത്ത, ഒന്നിനും താല്പര്യമില്ലാത്ത ഒരവസ്ഥയെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതിനെ ഡിഫൈൻ ചെയ്യുന്നു. എന്തെല്ലാം ഡെഫിനിഷൻ കൊടുത്താലും വാക്കുകളിൽ ഉൾക്കൊള്ളിക്കാവുന്നതിനും അപ്പുറമാണതിൻ്റെ ആഘാതമെന്ന് അനുഭവസ്ഥർക്ക് മാത്രം തിരിച്ചറിയാം. ഡിപ്രസീവ് സ്റ്റേറ്റ് തിരിച്ചറിയാൻ പല ലക്ഷണങ്ങളും പൊതുവെ പറയാറുണ്ട്. കോൺസെൻട്രേഷൻ ഇല്ലായ്മ, വിട്ടുമാറാത്ത ക്ഷീണം, താറുമാറായ ഉറക്കം, കോൺഫിഡൻസ് ഇല്ലായ്മ, ഭാവിയെപ്പറ്റി യാതൊരു പ്രതീക്ഷയുമില്ലാത്ത മാനസികാവസ്ഥ, ഈവൻ സൂയിസൈഡൽ തോട്ട്സ് വരെ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ അവസ്ഥ കുറച്ച് വർഷങ്ങളായി പബ്ലിക് സ്പേസിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അതിപ്രശസ്തരായ പലരും തങ്ങളും ഇതിലൂടെ കടന്നുപോയി എന്ന് സാക്ഷ്യപ്പെടുത്തിയതോടു കൂടിയാണ് ജനങ്ങൾക്കിടയിൽ ഇതിൻ്റെ അവയർനെസ് വർദ്ധിച്ചത്. പിന്നീട് വന്ന കൊറോണ ലോക്ക്ഡൗൺ ആളുകളിൽ ഉറങ്ങിക്കിടക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകളുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് അവർക്ക് തന്നെ വ്യക്തമാക്കി കൊടുക്കുന്ന ഒരു കണ്ണാടിയായി പരിണമിച്ചതും നമ്മൾ കണ്ടതാണ്. ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും ചർച്ച ചെയ്യപ്പെടേണ്ടതുമായ ഒരു ടോപ്പിക്കാണ് മെൻ്റൽ ഹെൽത്ത്. ഡിപ്രഷൻ, ആൻസൈറ്റി, മൂഡ് സ്വിങ്സ്, ബൈപോളർ ഡിസോർഡർ, സ്കിറ്റ്സോഫ്രീനിയ എന്നിങ്ങനെ ധാരാളം വാക്കുകൾ ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കാറുണ്ട്. ഇവയ്ക്കൊക്കെ പലതരത്തിലുള്ള എക്സ്പ്ലനേഷൻസും ചികിത്സകളും നടക്കുന്നുമുണ്ട്. പക്ഷേ മാനസിക ആരോഗ്യം നാം മനസ്സിലാക്കിയതുപോലെ തന്നെ ആണോ? Is there some aspect we are still missing about this topic? നമസ്കാരം ഗുരുജി. ഇന്നത്തെ കാലത്ത് വളരെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിച്ച് കേൾക്കുന്നൊരു പദമാണ് ഡിപ്രഷൻ എന്നുള്ളത്. എന്താണ് സത്യത്തിൽ ഡിപ്രഷൻ? അത് മനസ്സിൻ്റെ ഒരു അവസ്ഥയോ മറ്റോ ആണോ? അങ്ങനെയാണെങ്കിൽ ഒരാൾ ആ അവസ്ഥയിലോട്ട് എങ്ങനെയാണ് എത്തിപ്പെടുന്നത്? ഡിപ്രഷനെ ഞാൻ മനസ്സിലാക്കുന്ന രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഹൈപ്പർ, ഒന്ന് ഹൈപ്പോ. ഞാൻ രണ്ട് തരത്തിലാണ് ഡിപ്രഷനെ പറ്റി കേട്ടിട്ടുള്ളത്. ആ മനസ്സിൻ്റെ ഉന്മത്താവസ്ഥ, ഉന്മത്തനായിരിക്കുന്ന അവസ്ഥയാണ് ഹൈപ്പർ. അത് കുറച്ച് എക്സ്ട്രാ ആക്റ്റീവായിരിക്കും, അങ്ങനെ ഉള്ള അവസ്ഥ. രണ്ട് ഹൈപ്പോ, വിഷാദം. രണ്ടിനെയും വിഷാദം എന്ന് വിളിക്കും. ഒന്ന് വിഷാദത്തിൽ താഴോട്ട് താന്നു പോവും, ഒന്നിനും താല്പര്യമില്ലാതെ സർവകർമ്മത്തിന് വിമുഖനായിട്ട് എവിടെയെങ്കിലും ഒളിഞ്ഞ് ഒതുങ്ങി ഇരിക്കുക. മറ്റേയാളോ അത് നേരെ തിരിച്ച് ചാടിത്തുള്ളി നടക്കും. ഇതിന് കാരണം എന്താണെന്നല്ലേ ചോദിച്ചത്? ഇതിൻ്റെ കാരണം ആഗ്രഹം, അത് സാധിക്കാൻ പറ്റാത്ത അവസ്ഥ. മോഹങ്ങൾ തന്നെ എൻ്റെ കാരണം. ആ മോഹത്തെ പൂർണ്ണമാക്കാൻ പറ്റില്ല. ഒന്നൊരു കാര്യം ആഗ്രഹിച്ചു, അത് എനിക്കിഷ്ടമുള്ള രീതിയിൽ നടക്കുന്നില്ല, അതിനെ താങ്ങാനുള്ള മനഃശക്തിയില്ല. പണ്ട് പറയും തീയിൽ കുരുത്താൽ വെയിലത്ത് പാടില്ല എന്ന്. ഇപ്പം തീ പോയിട്ട് ചൂട് പോലും തട്ടാതല്ലേ കുട്ടികൾ വളരുന്നത്. ഇനി വളർന്നവരോ? അവരും ഇപ്പോൾ ഇതേ അവസ്ഥയിൽ എത്തിച്ചേർന്നു. എല്ലാവരും സുഖം, കംഫർട്ട് മാത്രം കൊതിച്ച് ജീവിക്കുക. എല്ലാം എൻ്റെ സൗകര്യത്തിന്, എൻ്റെ ഇഷ്ടം നടക്കണം. ഒന്നിനു വേണ്ടി പ്രവൃത്തി ചെയ്യാൻ തയ്യാറല്ല. ആഗ്രഹം മാത്രമുണ്ട്, പ്രവൃത്തിയില്ല. അതിൻ്റെ പരിണത ഫലമോ ഡിപ്രഷൻ. ഇതാണ് ഇന്ന് സമൂഹത്തിലെ വലിയൊരു വിപത്തായത്. ഇതിനുള്ള മോചനം പ്രവൃത്തി തന്നെയാണ്. കർമ്മം കൊണ്ട് മാത്രമേ ജയിക്കാൻ പറ്റൂ. അല്ലാതെ ചികിത്സകളൊന്നും ഫലിക്കുന്നതായിട്ട് കാണുന്നില്ല. കുറേ ഔഷധങ്ങൾ സേവിച്ചുകൊണ്ടോ കുറേ കൗൺസിലിംഗ് ചെയ്തുകൊണ്ടോ ഒന്നും അത് പൂർണ്ണമായും മാറിയൊന്നുമില്ല. പ്രവൃത്തി കൊണ്ട് ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും. നമുക്ക് ധാരാളം അനുഭവങ്ങളുള്ളതാണ്. അപ്പോൾ പ്രവൃത്തി അല്ലെങ്കിൽ ആക്ടിവിറ്റി ആണോ ഇതിനുള്ള ചികിത്സ? മനസ്സ് ഹൈപ്പറിലേക്ക് പോകുമ്പോൾ അതിനെ പ്രവൃത്തി കൊണ്ട് താഴ്ത്തു വരിക, അതിനെ ഡൈവേർട്ട് ചെയ്യുക. മനസ്സ് പതിയെ പഠിക്കും. മനസ്സിനെ പഠിപ്പിച്ചെടുക്കാൻ പറ്റും. ശീലങ്ങളാണല്ലോ മനസ്സിൻ്റെ ഫങ്ഷണൽ വേ. ശീലങ്ങൾക്കനുസരിച്ചാണ് മനസ്സ് പ്രവർത്തിക്കുന്നത്. ഉറങ്ങിക്കിടക്കുന്ന വാസനകൾ അത് മനസ്സിൽ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്ന. രണ്ട്, നമ്മൾ ശീലിപ്പിച്ചെടുക്കുക. ഈ രണ്ട് വഴിയിലൂടെയാണ് മനസ്സിനെ നമുക്ക് ഗൈഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക.
അപ്പോൾ ശീലിപ്പിച്ച് മനസ്സിനെ പതുക്കെ ഒരു സമസ്ഥിതിയിൽ നിർത്താൻ അഭ്യസിച്ച് നമുക്ക് അത് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റ് വിഷയങ്ങളിലേക്കുള്ള വിരക്തി ഉണ്ടാവണം. അനാവശ്യമായിട്ടുള്ള വിഷയങ്ങൾ, ഏത് വിഷയം കൊണ്ടാണ് ഇതുണ്ടായ ആ വിഷയങ്ങളിലേക്ക് വിരക്തി ഉണ്ടാക്കിയെടുക്കണം. വൈരാഗ്യം എന്ന് പറയും. ആ അഭ്യാസവും വൈരാഗ്യം കൊണ്ട് ഈ രോഗങ്ങൾ മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ അതിന് ഫോക്കൽ പോയിൻ്റ് ആയിരിക്കേണ്ടത്, അതിൻ്റെ ആക്സസ് ആയിരിക്കേണ്ട പ്രവൃത്തി തന്നെയാണ്. കർമ്മയോഗം കൊണ്ട് ഇത് മാറിക്കിട്ടുള്ളൂ, കർമ്മരോഗം കൊണ്ടല്ല. ഇതിലിപ്പോൾ ഹൈപ്പോ ഡിപ്രഷൻ സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരാൾക്കല്ലേ ആക്ടിവിറ്റി കൊണ്ടൊരു ലെവലിൽ എത്തുവാൻ സാധിക്കുകയുള്ളൂ. ഹൈപ്പറായി നിൽക്കുന്ന ഒരാളുടെ ആക്ടിവിറ്റികൾ കുറയ്ക്കുകയല്ലേ ശരിക്കും വേണ്ടത്? പ്രവൃത്തി കുറയ്ക്കുന്ന അയാളുടെ മനസ്സ് സദാ പ്രവർത്തനരതമാണ്, ശരീരമല്ല താനും. ശരീരം തുള്ളിച്ചാടി നടക്കുന്നതിനെ പറ്റിയല്ല ഞാൻ അത്തരം പ്രവൃത്തിയെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. അയാളുടെ മനസ്സ് അയാൾക്ക് പിടികിട്ടാതെ മുന്നോട്ട് പൊങ്ങിപ്പോവുകയാണ്. അതിനെ പിടിച്ച് താഴ്ത്താനും പ്രവൃത്തി ഉപയോഗപ്പെടുത്താം. ഹൈപ്പോ ആയിരിക്കുന്ന ഉയർത്താൻ മാത്രമല്ല, ഉയർന്നു പോയതിനെ പിടിച്ച് വലിച്ച് താഴ്ത്താനും പ്രവൃത്തി തന്നെയാണ്, കർമ്മം തന്നെയാണ് അതിനുള്ള വഴി. ഓടിപ്പോയി നിയന്ത്രിക്കാനുള്ള മനോബലമില്ല. മനസ്സിൻ്റെ തരംഗങ്ങൾ അതിതീഷ്ണമായി ചടുലമായിട്ട് നടക്കുകയാണ്. അതിന് വിപരീത പ്രവൃത്തി കൊണ്ട് അതിനെ ഒതുക്കിക്കൊണ്ട് വരാൻ സാധ്യമാണ്. ഈ പറയുന്നതൊക്കെ ഒരാൾക്ക് തനിയെ സാധിക്കുന്നൊരു കാര്യമല്ലല്ലോ. അതായത് ഡിപ്രഷൻ സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരാൾക്ക് തനിയെ സാധിക്കുന്ന കാര്യമല്ലല്ലോ ഇത്, ആണോ? നമ്മളെല്ലാവരും പരസ്പര സഹകരണം കൊണ്ടല്ലേ ജീവിച്ചു പോകുന്നത്. ഒരാൾക്കൊരാളുടെ സഹായമില്ലാതെ എന്തെങ്കിലും പറ്റുമോ? ഈ ഇട്ടിരിക്കുന്ന വസ്ത്രം ഞാൻ ഉണ്ടാക്കിയതാണോ? ഞാൻ കഴിക്കുന്ന ആഹാരം ഞാൻ കൃഷി ചെയ്തതാണോ? നമ്മളെല്ലാം പരസ്പരം ഡിപ്പെൻഡൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ അവസ്ഥയിൽ ഞാൻ ആദ്യം എത്തിപ്പെട്ടത് തന്നെ എൻ്റെ നിസ്സഹായ അവസ്ഥ കൊണ്ടല്ലേ. അതെനിക്ക് സഹായം ആവശ്യമില്ലേ? സ്വയം എനിക്ക് നേടിയെടുക്കാൻ പറ്റുമോ? അഭ്യസിച്ച് പാകത വന്നു കഴിയുമ്പോൾ പിന്നെ അത് വരാതിരിക്കാനും മറ്റൊരാൾക്ക് ഉപദേശിച്ചു കൊടുക്കാനും ഒക്കെ ഒരുപക്ഷെ സാധ്യമായേക്കാം. ആദ്യ ദശയിൽ നമുക്ക് സഹായം ആവശ്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞ് ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നത് എഫക്റ്റീവ് ആവാൻ ഒരു ചാൻസും ഉണ്ടാവില്ലല്ലോ. എനിക്ക് അത്തരം മരുന്നുകളെ പറ്റി, അതായത് പ്രത്യേകിച്ച് അലോപ്പതി മരുന്നുകളെ പറ്റി കൂടുതൽ അറിവുകളൊന്നുമില്ല. ആൻറ്റി ഡിപ്രസൻ്റ് ഒക്കെ കഴിക്കുക എന്നുള്ളതാണ്. അത് പൊതുവിൽ നെർവസ് സിസ്റ്റത്തെ സപ്രസ് ചെയ്ത് നിർത്തുക, താൽക്കാലിക റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക, ഇതൊക്കെ കാണാറുള്ളൂ. അതുമൂലം ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റുകളെ പറ്റിയൊന്നും ഞാൻ കൂടുതൽ അറിയുന്നു ഇല്ല. പക്ഷേ കർമ്മയോഗം കൊണ്ട് ഒരു സൈഡ് എഫക്റ്റും ഇല്ല എന്ന് തന്നെയല്ല, അയാളെ പ്രവൃത്തിയിൽ തിരിച്ചു കൊണ്ടുവരാൻ സാധ്യമാകുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ആയുർവേദത്തിൽ ഔഷധങ്ങളുണ്ട്, പാരമ്പര്യ ചികിത്സയിൽ ധാരാളം ഔഷധങ്ങളുണ്ട്. അതൊക്കെ ബുദ്ധിക്ക് തെളിച്ച് ഉണ്ടാക്കിയെടുക്കുക, ധൈര്യം ഉണ്ടാക്കുക തുടങ്ങിയ വിഷയങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. അതിന് സഹായകരമായിട്ടാണ് ഈ ഔഷധങ്ങൾ. പക്ഷേ പ്രവൃത്തി ഒഴിവാക്കാൻ സാധ്യമൊന്നുമല്ല. വെറും ഔഷധങ്ങൾ കൊണ്ടൊന്നും അതിനെ ചികിത്സ മാറ്റാൻ സാധ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. പിന്നെ കർമ്മദോഷങ്ങളാൽ ഉണ്ടായ ഡിപ്രഷൻ ആണെങ്കിൽ പ്രത്യേകിച്ചും അതിന് ദൈവോപാശ്രയ ഭാഗം മാത്രമേ ഉള്ളൂ അതിനുള്ള ഉപായം.